നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. എന്താണ് പല ടൈപ്പ് മുടി കൊഴിച്ചിലുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് ഞാൻ വിശദമായിട്ട് ഇതിൽ പറയാം, അതായത് ഷോർട്ടാക്കിയിട്ട് പറയാം. ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 വയസ്സിന് ശേഷം മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു അലോപേഷ്യയാണ്. സ്ത്രീകൾക്ക് അത് കുറച്ചും കൂടി പ്രായം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഓൾമോസ്റ്റ് ഒരു 40 അബവ് ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ കാണാം. നേരെ മറിച്ച് ആണുങ്ങൾക്ക് അത് ഏകദേശം ഒരു 20-25 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എം പാറ്റേൺ ആയിരിക്കും നമ്മുടെ നെറ്റീൻ്റെ ഭാഗത്ത്. അതായത് 2 സൈഡിലും മെല്ലെ ഹെയർ കയറാൻ തുടങ്ങും, കയറി പോവും. അതേപോലെ തന്നെ ബാക്ക് ക്രൗൺ ഏരിയയിൽ മെല്ലെ വട്ടം വലുതായി വരും. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഹെയർ ലോസ് പാറ്റേൺ, അതായത് ആൻഡ്രോജനിക് അലോപേഷ്യൻ്റെ. അതാണ് മെയിൽ പാറ്റേൺ ബാലൻസ് എന്ന് പറയുന്നത്. ഈ ആൻഡ്രോജനിക് അലോപേഷ്യ ആണുങ്ങൾക്ക് വരുമ്പോൾ അതിന് മെയിൽ പാറ്റേൺ ബാലൻസ് എന്നും ഫീമെയിൽസിന് വരുമ്പോൾ അത് ഫീമെയിൽ പാറ്റേൺ ബാലൻസ് എന്നും പറയുന്നു. ഈ ഫീമെയിൽസിന് പക്ഷേ റിസീഡ് അല്ല ചെയ്യുക, ഹെയർ ഇങ്ങനെ കയറി പോവുകയല്ല ചെയ്യുക. നേരെ മറിച്ച് അവർക്കൊരു സെപ്പറേഷൻ ലൈൻ ഉണ്ടല്ലോ, ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ടേക്കും മുടിയാക്കിയിട്ട് ഒരു ലൈൻ സെപ്പറേഷൻ ചെയ്യുന്ന ലൈനില്ലേ, ആ ലൈനിൻ്റെ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ കൂടിയാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക അവർക്ക്, സ്ത്രീകൾക്ക്. പിന്നെയാണ് ചില കേസസിൽ റിസീഡ് ചെയ്യും. അധികം കേസസിലും സ്ത്രീകൾക്ക് ഈ ഹെയർ നെറ്റി കയറി പോവല് കുറവാണ്. ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ എന്നാലും വളരെ കുറവാണ്. പക്ഷെ അതിന് മറിച്ച് ആൻഡ്രോജനിക് അവർക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ അവർക്ക് ഈ നടുക്കുള്ള സെൻട്രൽ ലൈന് അതിൻ്റെ വീതി കൂടിക്കൊണ്ടിരിക്കും. അതാണ് അവർക്ക് ഉണ്ടാവുക. അവർക്ക് ഓൾമോസ്റ്റ് ഒരു 40 അബവ് ഇയേഴ്സ് മെനോപോസ് ഒക്കെ ആകുമ്പോഴാണ് കൂടുതലും ഇത് കാണുക. ഈ ആൻഡ്രോജനിക് എന്ന് പറയാൻ കാരണം ആൻഡ്രോജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസ്, ആൻഡ്രോജൻസ് എന്ന് പറയുമ്പോൾ ഹോർമോൺസാണ്. മെയിനായിട്ട് ടെസ്റ്റോസ്റ്ററോൺ, ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോൺ, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനെയാണ് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയുക. അത് 2 ടൈപ്പ് ഉണ്ട്, മെയിൽ പാറ്റേൺ, ഫീമെയിൽ പാറ്റേൺ ബാലൻസ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.